അപ്പോൾ നമ്മുടെ വാലിബൻ വരാർ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ വാലിബൻ വന്നപ്പോൾ വാലിബനെ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. എല്ലാവരും വാലിബനെ കൈയൊഴിഞ്ഞു. സാരമില്ല, ഒരു വാലിബൻ പോയാൽ വേറെ 100 വാലിബൻ വരും. കാരണം ഇത് മോഹൻലാലും LJP ആണ്. രണ്ടുപേരും തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. ആ തിരിച്ചുവരവ് ഒരു വമ്പൻ തിരിച്ചുവരവായിരിക്കും. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മലൈക്കോട്ടെ വാലിബൻ സിനിമ റിലീസായി ഈ നാൾ വരെ ഒരുപാട് മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നത്. ചില ആളുകൾ പറയുന്നു അത് വളരെ നല്ലൊരു സിനിമയാണ്, ചില ആളുകൾ പറഞ്ഞു വളരെ മോശം സിനിമയാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തന്നെ ഏറ്റവും മോശം വൃത്തികെട്ട സിനിമയാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ ആവറേജിൽ താഴെയായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാനിത് പറയാൻ കാരണം LJP എന്ന സംവിധായകനിൽ ഇനിയും നമുക്ക് വിശ്വാസമുണ്ട്. LJP എന്ത് ചെയ്തു വെച്ചാലും അതൊരു മഹത്തായ സംഭവമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിച്ചേ മതിയാവുള്ളൂ. കഷ്ടപ്പെട്ട് ക്ലാസിക് ആക്കാൻ നോക്കിയിട്ട് തകർന്നു പോയൊരവസ്ഥയാണ് ശരിക്കും സിനിമയിൽ കാണാൻ സാധിച്ചത്. കഷ്ടപ്പെട്ടൊരു ക്ലാസിക് പടമാക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ല ഇതൊരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയാക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് പറ്റിയ 5 പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളിലോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. നമുക്കറിയാം 7 രാഗങ്ങളും 7 താളങ്ങളെ ഈ ലോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിനിമയുടെ കഥയിൽ വലിയ പുതുമകളൊന്നുമില്ല. പക്ഷേ ആ കഥ പറയുന്ന രീതി ഒരുപാട് വ്യത്യസ്തമാണ് ഇന്നത്തെ കാലത്ത്. അവിടെ തന്നെ ഒരുപാട് കോമ്പറ്റീറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ മേക്കിംഗ് ഇങ്ങനെ ഒരു സാധാരണ പ്രേക്ഷകന് കല്ലുകടിയാവുന്ന രീതിയിൽ, സാധാരണ പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് അവലംബിച്ചിരിക്കുന്നത്. അത് സിനിമയുടെ ഒരു വമ്പം പോരായികയായിട്ട് എനിക്ക് തോന്നി. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് മാത്രം വെച്ച് ഇങ്ങനെ ഒരു സിനിമ പറയേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അക്കിറ കുറോസാവയുടെ 7 സാമുറായി എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കറിയാം. ആ സിനിമയിലുള്ള സ്റ്റാറ്റിക് ഷോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ആ സിനിമയുടെ പേസ് വ്യത്യാസമുണ്ട്. ആ സിനിമ പോകുന്നത് തന്നെ നമുക്കൊരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. വാലിബനിലേക്ക് വരുമ്പോഴത്തേക്കും വാലിബൻ നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ലാക്ക് ഓഫ് മൂവ്മെന്റ് ഷോട്ടും പ്രൊഫൈലിങ്ങും ഈ സിനിമയിൽ മിസ്സായ പോലെ തോന്നി. ഇപ്പോൾ ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ കിടിലമാക്കാവുന്ന സീക്വൻസ് ഒക്കെ ഈ സിനിമയിലുണ്ടായിരുന്നു. അത്രയും നല്ലൊരു ടെറൈൻ ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫെസ്റ്റിവൽ മൂവി ആണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ മേക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അടൂർ ഗോപാലകൃഷ്ണൻ പുലിമുരുകൻ ചെയ്താൽ എങ്ങനെയിരിക്കും ആ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് മലൈക്കോട്ടെ വാലിബൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു ഫെസ്റ്റിവൽ മൂവിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്ത് ഒരു കൊമേഴ്ഷ്യൽ മൂവിയിട്ട് എത്തിയുമില്ല എന്ന് പറഞ്ഞ പോലെ ആയി കാര്യങ്ങൾ. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ ആണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ തിരക്കഥ കൃത്യമായ സ്ഥലമോ സമയമോ കാലമോ പറയുന്ന ഒരു സിനിമയല്ല. പറഞ്ഞു തേഞ്ഞ വടക്കൻ പാട്ടുകളിലെ നാടോടി കഥകളിലെ സ്ഥിരം കഥാപരിസരം തന്നെയാണ് വാലിബനിലും പരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിച്ച ഒരു വലിയ പിഴവ് എന്ന് പറയുന്നത് അതിനെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു തിരക്കഥയിലാക്കാൻ തിരക്കഥാകൃത്ത് PS റഫീഖ് മറന്നുപോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഏതൊരു സിനിമയ്ക്കും ആ സിനിമയുടെ ഒരു മേക്കിംഗ് ഓറിയന്റഡ് സ്ക്രിപ്റ്റിലായിരിക്കും ഇന്നത്തെ കാലത്ത് ഓഡിയൻസിനെ കൂടുതൽ പിടിച്ചിരുത്തുക. അല്ലാതെ ഒരു നോവൽ എഴുതുന്ന പോലെ സിനിമ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. ശരിക്കും ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും PS റഫീഖ് എന്ന തിരക്കഥാകൃത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും PS റഫീഖ് എന്ന റൈറ്ററിനെ മോശമായിട്ട് പറയുകയല്ല. കാരണം ആ രീതിയിൽ സിനിമാറ്റിക് ആയിട്ട് തിരക്കഥ എഴുതാൻ കഴിവുള്ള ആളാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹത്തെ മുൻകാല വർക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ആമേൻ എന്ന ഒറ്റ ചിത്രം മതി എന്തോരം മേക്കിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ ടാലൻ്റുള്ള ക്രാഫ്റ്റുള്ള ഒരു റൈറ്ററാണ് PS റഫീഖ് എന്നുള്ളത്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും വന്നില്ല. വളരെ ലേസി ആയിട്ടാണ് സിനിമയെ സമീപിച്ചത് എന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു പീരിയോഡിക് ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള സിനിമ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ സ്ഥലമോ സമയമോ അതിൻ്റെ വർഷമോ ഒന്നും പറയാതെ ഒരു സിനിമ ഇങ്ങനെ എടുത്തു വെച്ച കാര്യത്തിലും ഒരു പുതുമയുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സാണ്. നമുക്കറിയാം മലൈക്കോട്ടെ വാലിബനിലെ ഒരേ ഒരു പോസിറ്റീവും അതുപോലെ തന്നെ നന്നായി വന്ന ഒരേ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ വാലിബൻ എന്ന കഥാപാത്രം മാത്രമാണ്. ആ കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ലെങ്കിലും അതാരും പുറത്തു പറയാറില്ല. കാരണം സിനിമ പരാജയപ്പെടുന്നതുകൊണ്ട് ലാലേട്ടനെ പറ്റി ആരും മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഞാൻ പറയാൻ പോകുന്ന ഈ 2 ക്യാരക്ടേഴ്സാണ് രംഗറാണി, ചമതകൻ. ഉള്ളത് പറയാലോ, ഈ സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ഈ 2 ക്യാരക്ടേഴ്സായിരുന്നു. ഈ 2 ക്യാരക്ടേഴ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് അസാമാന്യ വെറുപ്പിക്കലായിരുന്നു. ഈ കഥാപാത്രങ്ങളെ സിനിമയുടെ തിരക്കഥയിൽ കടിഞ്ഞാണിടാൻ PS റഫീഖിനും LJPക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്.
ഏതാണ്ട് അഴിച്ചുവിട്ട പട്ടിയെ പോലെയായിരുന്നു രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ്. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെയൊക്കെ കൊല്ലുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു ഡെപ്തും ഇല്ലാത്ത ഒരു ക്യാരക്ടറായിപ്പോയി ഈ രണ്ടുപേരുടെയും. അതുപോലെ തന്നെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഒരു വലിയ ലോകം ക്യാൻവാസ് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതൊരു വലിയ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കഥാപാത്രങ്ങളെ മാത്രം വെച്ച് ഒരു വലിയ ലോകം ഉണ്ടാക്കാൻ നോക്കി പരാജയപ്പെട്ടു പോയ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചായിട്ടാണ് വാലിബനെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ട് പോകാം. സൗണ്ട് എഫക്ട്സ് ആൻഡ് BGM. വാലിബൻ സിനിമ കണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സിനിമയുടെ ഫൈറ്റ് സീനിൽ ലാലേട്ടൻ ഒരു പഞ്ച് കൊടുക്കുമ്പോൾ ഓഡിയൻസിന് ഫീൽ ചെയ്തത് ഒരുമാതിരി പഴഞ്ചാക്കണ്ടിരിക്കുന്ന രീതിയിലാണ്. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉള്ള മൂവിയിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. വെറൈറ്റി ആക്കാൻ നോക്കിയതായിരിക്കാം ഒരുപക്ഷെ, പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ സിനിമയിൽ നമ്മളൊരു പഞ്ച് കൊടുക്കുമ്പോൾ അത് ഓഡിയനും കൂടെ ഫീൽ ചെയ്യണം. ആ രീതിയിൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് വർക്ക് ചെയ്യണം. പക്ഷേ മലൈക്കോട്ടെ വാലിബനിലോട്ട് വരുമ്പോൾ അത് ഒന്നുമില്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറവ് ഈ ഫൈറ്റ് സീക്വൻസിൽ ഉടനീളം ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് കാണുന്ന ഒരു ഇമ്പാക്റ്റും അതിലുണ്ടായിരുന്നില്ല. അങ്ങനെ സൗണ്ട് എഫക്ട്സിൻ്റെ കാര്യത്തിൽ പരീക്ഷണം നടത്തി പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെയുള്ളത് പ്രശാന്ത് പിള്ളയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇനി BGMൻ്റെ കേസിലിട്ട് വരാം. പ്രശാന്ത് പിള്ളയുടെ കരിയറിലെ ഏറ്റവും മോശം BGM വർക്ക് ചെയ്തിരിക്കുന്നത് ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിലാണെന്ന് ഞാൻ പറയും. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും പറയാലോ, നാടകങ്ങളിൽ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിലും ഭേദമായിരുന്നു. ആ രീതിയിലുള്ള അത്രയ്ക്കും അവിഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ വന്നപ്പോൾ അത് നല്ല രീതിയിൽ അരോചകമായിട്ട് തോന്നി. ഇനി അഞ്ചാമത്തെ പോയിന്റാണ്. അത് വേറൊന്നുമല്ല, പ്രൊമോഷനാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സിനിമ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ പ്രൊമോഷന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, പ്രൊമോഷന്റെ അളവ് കുറഞ്ഞു പോയാലും വലിയ പ്രശ്നമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചന്റെ ഒരു വൈറൽ വീഡിയോ നാളുകൾക്ക് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ടിനു പാപ്പച്ചൻ പറഞ്ഞ തള്ള്, അതായത് ലാലേട്ടന്റെ ഇൻട്രോ വരുമ്പോൾ ഭൂമി കുലുങ്ങും, തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞത് ഒരുമാതിരി നല്ല രീതിയിലുള്ള തള്ളായി പോയി. കാരണം സിനിമ കണ്ടവർക്കറിയാം, ലാലേട്ടന്റെ ഇൻട്രോ എന്ന് പറയുന്നത് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഈ പറയുന്ന വലിയ ഭൂകമ്പമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ സിനിമയ്ക്ക് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്ന് പറഞ്ഞ ഓഡിയൻസിനെ ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ കൊടുത്തത് എന്ന് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കിട്ടിയാൽ മതി, അവർക്ക് പ്രതീക്ഷകൾ വാനോളം ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇതുകൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാരണം പറയാനുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് പറയുക. പിന്നെ നമുക്ക് നെഗറ്റീവ്സ് പറയുമ്പോൾ ഒരു പോസിറ്റീവ്സ് എങ്കിലും പറയണല്ലോ. ഈ സിനിമയിലെ ഒരേ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ മുന്നമേ പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമയിലെ പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ലാലേട്ടന്റെ ആക്ടിങ് മാത്രമാണ്. ആ ക്യാരക്ടർ, മലൈക്കോട്ടെ വാലിബൻ എന്ന ക്യാരക്ടർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി റെൻഡർ ചെയ്തു. പക്ഷെ സിനിമ പരാജയമായതുകൊണ്ട്, സിനിമ അത്രയ്ക്കും സ്വീകാര്യത കിട്ടാത്തതുകൊണ്ട് വാലിബനെ കുറിച്ച് ആരും പുകഴ്ത്തുന്നില്ല. മോഹൻലാലിന്റെ അഭിനയത്തെ പറ്റിയും ആരും മെൻഷൻ ചെയ്യുന്നില്ല. പിന്നീട് LJPയെ പറ്റി പറയാനാണെങ്കിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. ഇതിൽ പുള്ളി വലിയ മാറ്റമൊന്നും ഇല്ല എന്നൊക്കെ പുള്ളി ഡയലോഗൊക്കെ അടിക്കും. പക്ഷേ പുള്ളി കാര്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ് അടുത്ത സിനിമ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് പുള്ളിയുടെ സിനിമകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ, അത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൽ ഡബിൾ ബാരൽ റിലീസായപ്പോൾ പുള്ളി ഇട്ട പോസ്റ്റാണ് ശരിക്കും നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ചെയ്ത 86 പുതുമുഖങ്ങളെ വെച്ച് ഒരു അടിപൊളി ഗ്യാങ്സ്റ്റർ സിനിമ എടുത്ത് ഹിറ്റടിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ പുള്ളി ചേഞ്ച് ആയത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇനിയും കിടിലൻ പടമായിട്ട് LJP വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും Hi, beautiful people.